ഹലോ, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രിസ്മസ് സ്റ്റാർ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ A4 ഷീറ്റിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 15 A4 ഷീറ്റാണ്. അപ്പോൾ അതിന് ഓരോ സെറ്റായിട്ട് നമ്മൾ ഒട്ടിച്ച് വയ്ക്കണം. അപ്പോൾ ഒരു സെറ്റിൽ 5 വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കണം കേട്ടോ. ഓരോ A4 ഷീറ്റിന് അറ്റത്തായിട്ട് നമ്മൾ പശ വെച്ച് ഒട്ടിച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ 15 A4 ഷീറ്റ് നമ്മൾ ഇതുപോലെ ഒട്ടിച്ചു എടുക്കണം. അഞ്ച് സെറ്റാണ് ഞാൻ പൊട്ടിച്ചിട്ടുള്ളത്. ബാക്കി കൂടി ഒട്ടിക്കാം നമുക്ക്. ഇപ്പം ഈ നമ്മൾ എല്ലാം ഒട്ടിച്ച് കഴിഞ്ഞിട്ട് നടു കൂടെ നമ്മൾ ഈ പശ ഒന്ന് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം. പിന്നെ താഴെയും ഇതുപോലെ ഒന്ന് പശ വയ്ക്കണം കേട്ടോ. അടിയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് വെച്ചേക്കാം. എന്നിട്ട് രണ്ടും കൂടി ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ ഒരു സെറ്റിൽ 5 വെച്ചിട്ട് വേണം ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 6 എത്ര വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ 3 സെറ്റിന് പകരം 4 സെറ്റൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത്തിരി കൂടി വലിയ നക്ഷത്രമായിട്ട് കാണിക്കും. ഇപ്പോൾ ഒരു ചെറിയതാണ് കേട്ടോ ഇപ്പോൾ ട്രൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ മുകളിൽ അതുപോലെ ഈ കാണുന്ന ഇതുപോലെ തന്നെ ഒട്ടിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പോൾ നമ്മളെല്ലാം സെറ്റായിട്ട് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് നമ്മൾ ഡിസൈൻ വരയ്ക്കണം. അപ്പോൾ ഇങ്ങനൊരു ഷേപ്പാണ് കേട്ടോ ഞാൻ വരയ്ക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണ ഷേപ്പ് ആണെങ്കിൽ എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ നക്ഷത്രത്തിന് ഇങ്ങനൊരു ഷേപ്പാണ് എടുക്കുന്നത്. എടുത്തതിന് ശേഷം നമുക്ക് ഷേപ്പിനനുസരിച്ച് വെട്ടി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെല്ലാം വെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും പശ വെച്ച് ഒട്ടിക്കണം. അപ്പോൾ നടുക്കൂടെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നടുക്കൂടെ പശ വയ്ക്കുക. പിന്നെ സൈഡ് എൻഡിലായിട്ടും പശ വെച്ചിട്ട് നമ്മൾ രണ്ടും 3ഉം അതുപോലെ തന്നെ ചെയ്ത് വയ്ക്കുക. ഇപ്പം എല്ലാ പശയൊക്കെ നമ്മൾ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടിയിട്ട് നൂല് വയ്ക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് തുറന്ന് നോക്കിയതാണ് കേട്ടോ. നടുക്കൂടെ വീണ്ടും സെയിം അതുപോലെ തന്നെ പശ ഒട്ടിക്കുക. രണ്ടും കൂടി ജോയിൻ ചെയ്യണം നമ്മൾ വിടർത്തിയിട്ട്. അപ്പോൾ നമ്മളെല്ലാം ആക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഒട്ടിക്കൊക്കെ കഴിഞ്ഞ് അപ്പോൾ ഇതുപോലെ നമുക്ക് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതുപോലെ അല്ലാണ്ട് കളർ പേപ്പറിൽ കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.